ഓക്കെ, ഇതാണ് നമ്മുടെ ഫേമസ് ഐക്കോണിക് മറാഠ മന്ദിർ. ഡെയിലി മാറ്റിനി 11:30, ടിക്കറ്റ് ബാൽക്കണി 40 രൂപ അല്ലെങ്കിൽ 30 രൂപ. പുഴ കളിക്കാൻ അല്ലാതെയുള്ള സയ്യാറ. DDLJയുടെ എല്ലാത്തിൻ്റെയും സിൽവർ ജൂബിലി, കഹാനി കിസ്മത് കി അതിൻ്റെയാണത്. ഓ, ഇത് വേറെ പടങ്ങളിലേക്കാണ് കേട്ടോ. കർമ്മ, ഇതാണ് 25 years ആയിട്ടുള്ള ഒരു പോസ്റ്റർ. 25 years ഓഫ് ലവ്. Memento appreciation present to Maratha Mandir cinema to the completion of 100 weeks of DDLJ. വേറെ ഏത് തിയേറ്ററിലുണ്ടാവില്ല ഇതുപോലെ. 500 വീക്സിൻ്റെയാണ് ഈ കാണുന്നത്. മറാഠ മന്ദിർ ഇത് ഓപ്പൺ ചെയ്ത് 1958 അപ്പം അന്നക്കാലത്ത് ആ ഒരു പഴയ ഒരു റെഡ് കാർപ്പറ്റ്, പിന്നെ അവിടുത്തെ ഷാൻഡ്ലിയർ, അങ്ങനെയുള്ളൊരു ടിപ്പിക്കൽ നമ്മളിപ്പോൾ പഴയ ഒരു ഓൾഡ് സ്റ്റൈല്. ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് ആ ടൈപ്പ് ഒരു പടം കണ്ടത് ബോംബെ വെൽവെറ്റാണ്, അനുരാഗ് കശ്യപിൻ്റെ. അപ്പോൾ ആ ടൈമിലൊക്കെ ഉള്ള ഒരു പോലത്തെ ആ ഒരു റെട്രോ അങ്ങനെയൊക്കെ ഉള്ളൊരു തിയേറ്ററൊക്കെ കാണിക്കില്ലേ, അതുപോലുള്ളൊരു വൈബ് ഇപ്പോഴും നൽകുന്ന ഒരു തിയേറ്ററാണ് മറാഠ മന്ദിർ. പിന്നെ അറിയാലോ അതിനൊരു വേൾഡ് റെക്കോർഡും കൂടി ഉണ്ട്. കാരണം ഇപ്പോഴും സ്റ്റിൽ DDLJ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു DDLJ എന്ന് പറയുന്നത് അവർ ഇനി ഇങ്ങോട്ട് ലൈഫ് ടൈമിലേക്ക്, അതായത് എത്ര നാളുണ്ടോ ഈ ലോകം അത്രയും കാലത്തേക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും ആ ഒരു ഈ ഷോ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ ദിവസവും ഉണ്ട് ഒരു, അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 11:30 എന്നുള്ളൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോ ഉണ്ട്. 30 രൂപ 40 രൂപ ഈ ഒരു ടിക്കറ്റ് റേറ്റേ ഉള്ളൂ. പക്ഷേ ഈ DDLJയുടെ വൈബ് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന് പറയാവുന്ന രീതിയിലാണ് ഈ സിനിമ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനിടയ്ക്ക്, അതായത് ഇതൊരു എല്ലാവരും ഒരു 10,000 വട്ടമെങ്കിലും കണ്ട പടമായിരിക്കും. അതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങുന്ന നേരത്തെ തന്നെ ആളുകൾ എത്തണമെന്നൊന്നുമില്ല. ആക്ച്വലി ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് വരെയുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആളുകൾ വരാം, ഇടയ്ക്കിടയ്ക്ക് വരുന്നു. എന്നാൽ പക്ഷേ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇവരിങ്ങനെ ഒരുമിച്ചിരുന്ന്, എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ലൈമാക്സിൻ്റെയാണ്. ജാ സിമ്രൻ ജാ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കയ്യടി, അതായത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു വലിയ ക്രൗഡ്, അതായത് ഒരു വല്ലാത്തൊരു ഫീലാണ്. കാരണം ഒന്നാമതൊരു ഐക്കോണിക് ആയിട്ടുള്ള തിയേറ്ററാണ്. അപ്പോൾ ഈ തിയേറ്ററിൽ പിന്നെ ഈ ഒരു ക്രൗഡ്, പിന്നെ ഈ സിനിമ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അറിയാലോ, ലവ് എന്ന് പറയുന്നത്, ലവ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അപ്പോൾ ഏത് ഭാഷയിലുള്ള ഏത് പ്രായത്തിലുള്ള ഏത് ആൾക്കാർക്കും വേണമെങ്കിലും കാണാം. ആൻഡ് വൺ മോർ തിങ്, അതായത് എല്ലാ ജനറേഷനും ഓരോ ലവ് സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ DDLJ എന്ന് പറയുന്നത് ആ ജനറേഷനിലെ ആളുകൾ, സ്റ്റിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ പാട്ടുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെയുള്ള ആളുകളുടെ ഒരു വീക്കെൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതും അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്ന ഈ DDLJ എന്ന് പറയുന്നത്. 11:30 അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആദ്യം അവർ ഈ സിനിമയ്ക്ക് വരുന്നു. ഈ സിനിമയ്ക്ക് വന്നിട്ട് ഈ സിനിമയിലെ പാട്ടുകൾ, ഡയലോഗ്, ഇതെല്ലാം ഇവർ കൂടെ പാടുന്നു, കൂടെ ഡയലോഗ് പറയുന്നത്, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പടം കഴിഞ്ഞ് പിന്നീട് അവർ ബീച്ചിലേക്കോ അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആ ഒരു സൈഡിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ അവരൊരു കൾച്ചറിൻ്റെ ആ ഒരു പാർട്ടും കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ തിയേറ്ററും അവിടെ കളിക്കുന്ന ഈ സിനിമ എന്ന് പറയുന്നത്. ലോകത്ത് വേറൊരു സിനിമയ്ക്കും അവകാശപ്പെടാനില്ലാത്തൊരു റെക്കോർഡാണ്. ആ റെക്കോർഡ് ഉടനെ ഒന്നുമല്ല, ഒരിക്കലും ഭേദിക്കപ്പെടില്ല എന്ന് നമുക്ക് നല്ല പോലെ ഉറപ്പുള്ളൊരു റെക്കോർഡാണ്. ആൻഡ് ഇറ്റ് സ്റ്റിൽ റണ്ണിങ്. അതല്ലേ രസം. കാരണം സ്റ്റിൽ ഇപ്പോഴും 11:30 നിങ്ങൾ മറാഠ മന്ദിറിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇരിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈബ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന താഴെയാണ്. ലോക്കൽസിൻ്റെ കൂടെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാൽക്കണി നോക്കിക്കോളൂ. പക്ഷേ ആ ഒരു ലോക്കൽ വൈബ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറാഠ മന്ദിറിൽ 30 രൂപ ടിക്കറ്റ് എടുത്ത് കറക്റ്റ് വലിയ തിയേറ്ററാണ്. അവിടെ നടുക്കായിട്ടൊക്കെ ഇരിക്കുക, ആ ഒരു പഴയ റെട്രോ ഫീലില്ലേ, ആ ഒരു നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ കയറിയിട്ടുള്ള കുറേ തിയേറ്ററുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഓർമ്മയൊക്കെ വരും. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.
നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നൊക്കെ പറയുന്ന പോലെയാണ്. മുംബൈ സെൻട്രൽ തിയേറ്റർ, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് 2 മിനിറ്റ് വാക്കിൽ ഈ പറയുന്ന മറാത്ത മന്ദിർ എത്തി. ഈസിലി ആക്സസിബിൾ ആണ്. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് 11:30 എന്നുള്ള ഒരു ഷോർട്ട് ടൈമിൽ DDLG ആണ് കളിക്കുന്നത്. അതിനുശേഷം 3:30 എന്നുള്ള ആ ഒരു സമയത്തുള്ള ഷോ സയ്യാര ആയിരുന്നു. അതായത് ആ കാലത്ത് ആ ജനറേഷനിലുള്ള ഒരു ലവ് സ്റ്റോറി, പിന്നെ ഇപ്പോഴത്തെ സയ്യാര എന്ന് പറയുന്ന ഈ ഒരു ജനറേഷനിലുള്ള ലവ് സ്റ്റോറി. അപ്പോൾ ഇത് രണ്ടും ബാക്ക് ടു ബാക്ക്, ആ രണ്ട് ജനറേഷൻ്റെ ആ ഒരു വ്യത്യാസം അതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഒരു രസമാണ്. അതായത് ഇതൊക്കെ ഒരു ലൈഫിലൊരു നല്ല നല്ല എക്സ്പീരിയൻസുകളാണ്. ഐക്കോണിക് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ പോവുക, അവിടെ വന്നിട്ട് അവിടുത്തെ ഈ മറാഠ ആ ഒരു ആളുകൾ അവരുടെ കൂടെ ഇരുന്ന് ഒരു സിനിമ കാണുക. അത് വീക്കെൻഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ഞാൻ അവരുടെ സെക്യൂരിറ്റിയോട് സംസാരിച്ചു, ഞാൻ മാനേജറെ കണ്ട് സംസാരിച്ചു. എല്ലാവരും വളരെ വെൽക്കമിങ് ആണ്. എല്ലാവരും അവർ തന്നെ പറയുന്നത്, ഇനി ഇത് അവരാ പറഞ്ഞത്, ഇത് എനിക്ക് ഈ അടുത്തൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ചിരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞത്. ഓക്കെ, ഈ തിയേറ്റർ എത്ര കാലം ഉണ്ടാവും അത്രയും കാലം DDLG അവിടെ 11:30 കളിക്കട്ടെ. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസ്റ്റുകളാണ് അവിടെ ഷോയ്ക്ക് വരുന്നത്. വീക്ക് ഡേയ്സ് ആളുകളിൽ ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷെ വീക്കെൻഡ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വീക്കെൻഡ്, ഒന്നെങ്കിൽ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒരു 11:30 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ വരിക. ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു പഴയ 90s പടം, അതിൻ്റെ ഒരു പാട്ടുകൾ, പിന്നെ ഈ സിനിമയുടെ പ്രൊജക്ഷൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത്ര അടിപൊളിയൊന്നുമല്ല. ഇവിടെ നോർമൽ സയ്യാറ എന്ന് പറയുന്ന പടം 130 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് ആ ഒരു പഴയ ആ വലിയ ആ റെഡ് പവലിയൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷാൻഡ്ലിയർ, ആ ഒരു ലൈറ്റ്സ്, ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബിൻ്റെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് എപ്പോഴും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളായിട്ടുള്ള തിയേറ്ററിലൊക്കെ പോവുക. ഇനി ജയ്പൂർ ഒരെണ്ണമുണ്ട്, അവിടെ പോകണം. ഇതിന് മുമ്പ് ജയ്പൂർ പോയപ്പോൾ അതെനിക്ക് മിസ്സായിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലെ, ജയ്പൂരുണ്ട്, അഹമ്മദാബാദ്, അങ്ങനെ കുറച്ച് തിയേറ്റേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. എത്രയും വേഗം അവിടെയൊക്കെ പോകണം. അപ്പോൾ ഇതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അതിലിങ്ങനെ പതുക്കെ ഓരോരോ തിയേറ്റേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.